വിവാഹമെന്ന സങ്കല്പത്തോട് തന്നെ വലിയ എതിർപ്പുള്ളവരാണ് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ. ഇതിൽ പലരും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാലോ അവിടെ ഇരയാകപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളായിരിക്കും. തൃശ്ശൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവം ഈ നാട്ടിലെ പെൺകുട്ടികൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവർക്കൊപ്പം എത്തി മുറിയെടുത്ത എടമുട്ടം സ്വദേശിനി ജ്യോതിയും നവജാത ശിശുവുമാണ് മരിച്ചത്. സംഭവത്തിന് പിന്നാലെ ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറയുന്നു. തൃശൂർ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജിലാണ് യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 27-ന് സുഹൃത്തായ ഓട്ടോ ഡ്രൈവർക്കൊപ്പം എത്തിയാണ് യുവതി മുറിയെടുത്തത്. ഇതിനുശേഷം ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ഉച്ചയോടെ ഓട്ടോ ഡ്രൈവർ ലോഡ്ജിലെത്തി യുവതിയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞു. ജീവനക്കാർക്ക് സംശയം തോന്നിയതോടെ വിവരം പോലീസിൽ അറിയിച്ചു. മുറി അകത്തു നിന്ന് പൂട്ടിയതിനാൽ ഫയർഫോഴ്സ് എത്തി ബലമായി തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ യുവതിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ കണ്ടത്. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറായ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജ്യോതി വയറുവേദനയ്ക്കുള്ള ഗുളിക ആവശ്യപ്പെട്ടപ്പോൾ മരുന്ന് വാങ്ങി നൽകിയതായി ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയെ മുൻപ് പരിചയമുണ്ടെന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. മുറിയെടുക്കാൻ സഹായം നൽകിയിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെയാണ് അന്വേഷിച്ചെത്തിയതെന്നും തനിക്ക് മറ്റൊന്നും അറിയില്ലെന്നും ഡ്രൈവറുടെ മൊഴിയിലുണ്ട്. അതേസമയം 2024-ൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് യുവതി ഓട്ടോ ഡ്രൈവർക്കെതിരെ മുൻപ് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.